കേരള സ്റ്റോറി 2 സിനിമയ്ക്കെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് കേരളവുമായി ബന്ധമില്ലെന്നും സിനിമയുടെ പേര് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ സുഭാഷ് തീക്കാടൻ സെൻസർ ബോർഡിന് പരാതി നൽകി. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, ഇന്നിപ്പോൾ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ജിൽസി, കേരള സ്റ്റോറി 2യുടെ പ്രദർശനാനുമതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരി ഇത്തരത്തിലൊരു ഹർജി കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ച് പരിഗണിച്ചിരുന്നു. ഇതിൽ തുടർന്ന് സെൻസർ ബോർഡിനും അതുപോലെ തന്നെ നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സിനും നോട്ടീസ് അയച്ചിരുന്നു. ഇതിലായിരിക്കും ഇന്ന് ഇവരുടെ വിശദീകരണം കോടതിയെ സമർപ്പിക്കേണ്ടതുണ്ട്. അതായിരിക്കും എന്തായാലും ഇന്ന് ഉണ്ടാവുക. എന്തായാലും ഈ ഹർജിയിൽ പ്രകാരം ഉണ്ടാവുന്ന വിശദീകരിച്ച കാര്യം എന്തെന്നാൽ ഇതിൽ വസ്തുതാപരമായി കേരളത്തെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുമാണ് സിനിമയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഹർജിക്കാരന്റെ വാദം. ഇതുകൂടാതെ തന്നെ ഇതൊരു സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷം തകർക്കും എന്നും ഹർജിക്കാരന്റെ വാദമുണ്ട്. കാരണം ഈ കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. കേരളത്തെ വളരെ മോശമായ രീതിയിൽ പോർട്രേ ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ സംവിധായകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിശദീകരണം എന്തെന്നാൽ ഇതിൽ കേരളത്തിൽ നിന്നും ആരംഭിച്ച ലവ് ജിഹാദ് രാജ്യമൊട്ടുടനീളം വ്യാപിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു നിർമ്മാതാവിന്റെയും അതുപോലെ തന്നെ സംവിധായകന്റെയും ഒക്കെ ഭാഗത്തു നിന്നും വന്ന വിശദീകരണം. എന്തായാലും അത്തരത്തിൽ എന്ത് വിശദീകരണമാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്നാൽ കല എന്ന് പറയുന്നത് ഒരു വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യുക. കാരണം ഇതിനു മുൻപ് വന്ന ഒരു സിനിമയുടെ പേരുമായി തന്നെ സെൻസർ ബോർഡ്, പേരിന് പോലും അനുമതി നൽകാത്ത സെൻസർ ബോർഡ് ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ളത് ഹൈക്കോടതി എന്തായാലും ഇന്ന് വിലയിരുത്തും എന്ന് കരുതാം. ജിൽസി.